ഇപ്പോൾ ചാണ്ടി ഉമ്മൻ MLAക്ക് പുതുപ്പള്ളിയിൽ സ്വീകരണം നൽകുകയാണ് പ്രവർത്തകരും ജനങ്ങളുമെല്ലാം തന്നെ. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നാളെ MLAമാരുടെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കുന്നു. പുതുപ്പള്ളിയിൽ നിന്ന് വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചാണ്ടി ഉമ്മൻ. അതിനിടയിലാണ് ഇപ്പോൾ പുതുപ്പള്ളി അങ്ങാടിയിൽ സ്വീകരണം നൽകുന്നത്. ടോബി ജോൺസൺ ഉണ്ട് കോട്ടയത്ത് നിന്ന് പുതുപ്പള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. ടോബി, ഒരു യാത്രയൊക്കെ നടത്താനിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. ഇപ്പോൾ നാട്ടുകാരുടെ സ്വീകരണമാണോ ഇത്? ഹലോ, ടോബി കേൾക്കാമോ? അല്പസമയം മുമ്പാണ് ഈ അങ്ങാടിയിലേക്ക് ചാണ്ടി ഉമ്മൻ എത്തിയത്. നേരത്തെ തന്നെ വീട്ടിൽ ചെന്ന് നമ്മൾ അദ്ദേഹത്തെ കണ്ടിരുന്നു. അപ്പോഴൊരു കാര്യം പറഞ്ഞിരുന്നത്, ഒരു യാത്രയല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് പുതുപ്പള്ളിയിലെ പ്രവർത്തകരെയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലുമെത്തി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് തനിക്കുള്ളത്. അതിനെ തെറ്റിദ്ധരിച്ച ഒരു യാത്രയാണെന്ന് കാണരുതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പല സ്ഥലങ്ങളിലും ചാണ്ടിയുമ്മന് സ്വീകരണം ഒരുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ സ്വീകരണമാണ് ഇപ്പോൾ പുതുപ്പള്ളിയിൽ തന്നെ നടക്കുന്നത്. ഇത് പുതുപ്പള്ളി പള്ളിക്ക് മുൻവശത്താണ് ഇപ്പോൾ ചാണ്ടിയുമ്മൻ എത്തി നിൽക്കുന്നത്. അവിടെ നിന്നും ഈ കല്ലറയിലേക്ക്, ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി പുഷ്പാർച്ചന നടത്തും. അതിനുശേഷം ഇവിടെ നിന്ന് നേരെ MC റോഡ് വഴിയാണ് ചാണ്ടിയുമ്മൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. MC റോഡിൽ ആദ്യത്തെ സ്വീകരണം ചെങ്ങന്നൂർ നടക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുക. അതിനുശേഷം മറ്റു ചില സ്ഥലങ്ങൾ കൂടി ചാണ്ടിയുമ്മൻ്റെ പേരിലിറങ്ങിയ ഒരു പോസ്റ്ററിൽ പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് എത്തുന്നത് വരെ ഇത്തരത്തിലുള്ള സ്വീകരണ പരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത് കൊട്ടാരക്കരയാണ്. അതുപോലെ തന്നെ ചടയമംഗലം, കന്യാകുളങ്ങര, അതുപോലെ തന്നെ അടൂര്, ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ചാണ്ടിയുമ്മന് സ്വീകരണം ഒരുക്കുന്നുണ്ട്. മന്ത്രിസ്ഥാനത്തേക്ക് വരുമെന്ന് ഏറെ പ്രതീക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ വലിയ സാധ്യതാ പട്ടികയിലൊക്കെ ഇടം പിടിച്ച വ്യക്തിയായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ചാണ്ടിയുമ്മൻ ഇത്തവണ മന്ത്രിസ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചില്ല. അതേ തുടർന്ന് പുതുപ്പള്ളിയിലുള്ളവർക്കും ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന കേരളത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കുമൊക്കെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു അമർഷം, അല്ലെങ്കിൽ ചാണ്ടിയുമ്മൻ മന്ത്രിസ്ഥാനത്തേക്ക് വരണമെന്നുള്ള ഒരു ആവശ്യം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ സത്യപ്രതിജ്ഞാ ദിവസം നമ്മൾ കണ്ടതാണ്, ജഗതിയിലെ പുതുപ്പള്ളി വീട്ടിൽ നിന്നും ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന വേദിയിലേക്ക് ചാണ്ടിയുമ്മൻ നടന്നു വന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ പുതുപ്പള്ളിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര ചാണ്ടിയുമ്മൻ നിശ്ചയിച്ചത്. സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തിയ ശേഷം അവിടെ നിന്ന് പോകാനാണ് തീരുമാനിച്ചിരുന്നത്. അതൊരു യാത്രയായി തന്നെ മാറുന്നുവെന്ന സാഹചര്യം വന്നപ്പോഴാണ് ചാണ്ടിയുമ്മൻ അതിനെ നിഷേധിച്ചത്. എന്തായാലും സ്വീകരണങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ടോബി, നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ ചാണ്ടിയുമ്മൻ പറയുകയുണ്ടായി, ഇത് തന്റെ യാത്ര മാത്രമാണ്, താൻ അങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യം മാത്രമാണ്, ജനങ്ങളോട് നന്ദി അറിയിക്കുന്നു എന്ന് മാത്രമാണ്, ഒരു സ്വീകരണമൊന്നും താൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പിന്നെ ഈ പറയുന്നത് പോലെ പലയിടങ്ങളിലും സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനോട് അംഗീകരിക്കുമോ? രാഷ്ട്രീയം അറിയാവുന്നവർക്ക് അത് കൃത്യമായി മനസ്സിലാകും. കാരണം ഇതിനോടകം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ കാര്യം തന്നെ, ഇവിടെ ഒരു സ്വീകരണം ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇവിടെ സ്വീകരണം നടന്നു. അതുപോലെ തന്നെയാണ് അടൂരും സമാനമായ രീതിയിൽ പരിപാടി നടക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരം എത്തുന്നവരെ പല പോയിന്റുകളിലും സ്വീകരണമുണ്ട് എന്ന് നമുക്ക് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. പക്ഷേ അത് ഒഫീഷ്യലി ചാണ്ടിയുമ്മൻ എന്തായാലും അത് പ്രഖ്യാപിച്ചിട്ടില്ല. അതിനുള്ള കാരണം ഇതിനോടകം തന്നെ KPCC അടക്കമുള്ളവരിൽ നിന്നും ചില നിർദ്ദേശങ്ങൾ, അതായത് ഇത്തരത്തിലുള്ള ഒരു യാത്ര നടത്തി കൂടുതൽ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം ചാണ്ടിയുമ്മൻ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുക. അതുകൊണ്ടാണ് അത് ഒഫീഷ്യലായിട്ട് ചാണ്ടിയുമ്മൻ പറയാത്തതും അതിനെ പൂർണ്ണമായി ചാണ്ടിയുമ്മൻ നിഷേധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും സ്വീകരണങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരങ്ങൾ മാധ്യമങ്ങൾക്കും പല മാധ്യമ പ്രവർത്തകർക്കും മിക്ക മാധ്യമങ്ങൾക്കും ലഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചാണ്ടിയുമ്മൻ പൂർണ്ണമായി നിഷേധിക്കുമ്പോൾ പോലും ചില പ്ലാനിങ്ങുകൾ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ജനങ്ങൾക്ക്, പുതുപ്പള്ളിക്കാർക്ക്
ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും പുതുപ്പള്ളിക്കാർക്ക് ചാണ്ടിയുമ്മൻ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച 50,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ അല്ലെങ്കിൽ അതിനൊത്ത് ഒരു തീരുമാനം വരാതിരുന്ന ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള അമർഷം ജനങ്ങൾക്കിടയിൽ, പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ യാത്രയെ ഇത്രത്തോളം ജനപങ്കാളിത്തം ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി. നിയുക്ത MLA ചാണ്ടി ഉമ്മന് പുതുപ്പള്ളി അങ്ങാടിയിൽ സ്വീകരണം നൽകുകയാണ് ജനങ്ങളും പ്രവർത്തകരും ഒക്കെ തന്നെ. തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ജനങ്ങളോട്, വോട്ടേഴ്സിനോട് നന്ദി പറയാനായി ഇന്നിപ്പോൾ പുതുപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുകയാണ് അദ്ദേഹം. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.